നമസ്കാരം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര ബാങ്ക് അക്കൗണ്ടുകളുണ്ട്? ഒന്നോ രണ്ടോ അതോ അതിൽ കൂടുതലോ? പലരുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി മാറുമ്പോഴും അതുപോലെ പുതിയ ലോൺ എടുക്കുമ്പോഴൊക്കെ ഓരോരോ ബാങ്കുകളിൽ പുതിയ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങും. അവസാനം നമുക്ക് തന്നെ അറിയില്ലുണ്ടാവില്ല എത്ര അക്കൗണ്ട് ഉണ്ട്, ഏതൊക്കെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം, എവിടെയൊക്കെ ഫൈൻ വരും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാകില്ല. യഥാർത്ഥത്തിൽ ഒരാൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകൾ വരെ വെക്കാൻ സാധിക്കും? ഒന്നോ രണ്ടോ അക്കൗണ്ടുകൾ മതിയോ അതോ 4-5 അക്കൗണ്ടുകൾ എടുക്കുന്നതാണോ ലാഭം? അതെ, ഈ സംശയങ്ങളെല്ലാം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാക്കി തരാം. അതിനോടൊപ്പം തന്നെ പലരുടെയും സംശയമാണ്, നമ്മളിപ്പോൾ കോടികൾ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചാലും ആ ബാങ്ക് പൊളിഞ്ഞെങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ 5 ലക്ഷം രൂപ മാത്രമാണോ കിട്ടുക എന്നുള്ളൊരു കാര്യം. യെസ്, ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ നിയമപരമായ മറുപടികളോടുകൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ അജ്ന. അപ്പം ഞാൻ സ്ഥിരമായി എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇതിലൂടെ തരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ നാട്ടിലെ ബാങ്കിങ് സംവിധാനം എത്രത്തോളം വളർന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വളരെ വയസ്സായ ആളുകൾ വരെ ബാങ്കിങ് ഫെസിലിറ്റീസ് ഒക്കെ ഓൺലൈനായിട്ട് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു കാലമാണ് ഇത്. നമ്മുടെ അപ്പൂപ്പന്മാരെയും അതുപോലെ അമ്മമ്മമാരുടെയൊക്കെ കാലത്ത് പല ആളുകൾക്കും സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പറമ്പിലെ തേങ്ങ വിറ്റ പൈസയോ അല്ലെങ്കിൽ മറ്റ് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഇതെല്ലാം അവർ വീട്ടിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. അതുള്ളതുപോലെ അവർ ചെലവാക്കും, തീരുമ്പോൾ അടുത്തത് നോക്കും. അല്ലാതെ അതെങ്ങനെ ഇരട്ടിപ്പിക്കാം, നമുക്ക് കൂടുതൽ പൈസ, നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് കുറച്ച് അധികമായി തിരിച്ച് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ചിന്താഗതികളൊന്നും അന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കാലം മാറി. പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളും സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനമൊക്കെ വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ ഒരു ബാങ്കിംഗ് വിപ്ലവം തന്നെ നടന്നു. ഇന്ന് രാജ്യത്ത് പ്രായപൂർത്തിയായ ഭൂരിഭാഗം ആൾക്കാർക്കും സജീവമായ ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും ഉണ്ടായിരിക്കും. ആൻഡ് ഇപ്പോൾ ഓൺലൈൻ പേയ്മെന്റ്സ് ആൻഡ് UPI പേയ്മെന്റ്സ് ഒക്കെ വന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു സ്ഥാനം തന്നെ ബാങ്ക് അക്കൗണ്ടിനുണ്ട്. സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൾക്ക്, ഒരു വ്യക്തിക്ക് എത്ര അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇതെല്ലാമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ എത്ര അക്കൗണ്ടുകൾ ഒരു വ്യക്തിക്ക് കീപ്പ് ചെയ്യാം എന്നതിനെ പറ്റി സംസാരിക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ഇത്ര ബാങ്ക് അക്കൗണ്ടേ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര എണ്ണം പാടില്ല എന്ന തരത്തിലുള്ള യാതൊരു നിയന്ത്രണവും നിലവിലില്ല. അതെ, നിങ്ങൾക്ക് ഒരു അക്കൗണ്ടും വെക്കാം, ഇനി 10 ബാങ്ക് അക്കൗണ്ടും വെക്കാം, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ മികച്ച ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നോക്കുമ്പോൾ 2 മുതൽ 3 വരെയുള്ള അക്കൗണ്ടുകളാണ് ഏറ്റവും പ്രായോഗികവും അതുപോലെ സുരക്ഷിതവും. സോ ഗുണങ്ങളും ദോഷങ്ങളും നോക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് ഇത്രയധികം അക്കൗണ്ടുകൾ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത്രയധികം അക്കൗണ്ട് ഹോൾഡേഴ്സ് ആകുന്നത് നമുക്ക് നോക്കാം. എക്സാമ്പിളായി, ഇപ്പൊ ആദ്യമായി നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ വിചാരിക്കുക. ഓക്കെ, ആ കമ്പനി നിങ്ങൾക്ക് ശമ്പളം തരുന്നതിനായി ഒരു പ്രത്യേക ബാങ്ക്, അപ്പം എ എന്ന് പറഞ്ഞിട്ട് ഒരു ബാങ്കിനെ നമുക്ക് സൂചിപ്പിക്കാം. എ എന്ന് പറഞ്ഞ ബാങ്കിലെ അക്കൗണ്ട്, ഒരു സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കുകയും അതിൽ നിങ്ങൾക്ക് സാലറി വരികയും ചെയ്യും. തുടർന്ന് അതിനുശേഷം നിങ്ങൾ മറ്റൊരു നല്ല കമ്പനിയിലേക്ക് മാറി. ആ മാറിയ കമ്പനിയും ഇതുപോലെ മറ്റൊരു ബാങ്ക്, അതായത് ഇപ്പം ബി എന്ന് നമുക്ക് പറയാം. ഓക്കെ, എ ഓൾറെഡി നമ്മൾ പറഞ്ഞു. സോ ബി എന്ന് പറഞ്ഞ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുപ്പിക്കുകയും അവിടെ അത് സാലറി അക്കൗണ്ട് ആയിട്ട് നിങ്ങളത് കൊണ്ടു നടക്കുകയും ചെയ്യും. സോ നമ്മളെപ്പോഴും ഓപ്പർച്യൂണിറ്റീസും ഗ്രോത്ത് ഒക്കെ നോക്കി ഒരു കമ്പനിയിൽ നിന്ന് മറ്റു കമ്പനിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ പഴയ കമ്പനിയിൽ ഉണ്ടായിരുന്ന ആ സാലറി അക്കൗണ്ടിനെ പറ്റി നമ്മളെല്ലാവരും മറന്നുപോകും. കാരണം അതിൽ പൈസയൊന്നും വരുന്നില്ല, അത് നമ്മൾ യൂസും ചെയ്യുന്നില്ല, അത് അവിടെ ഡെഡ് അക്കൗണ്ട് ആയിട്ട് കിടക്കും. പിന്നെ നമ്മൾ വിചാരിക്കും, ആ നല്ലൊരു ബാങ്കിന്റെ അക്കൗണ്ട് അല്ലേ, അവിടെ കിടന്നോട്ടെ, പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരുന്നില്ലല്ലോ വെച്ച് നമ്മൾ അത് തന്നെ റിട്ടേൺ ചെയ്യും. കുറച്ചു കാലം കഴിഞ്ഞ് ഒരു 4-5 വർഷം കഴിഞ്ഞ് നിങ്ങൾ മറ്റൊരു കമ്പനിയിലേക്ക് മാറും. ആ മാറുമ്പോൾ അവിടെ ചിലപ്പം നിങ്ങൾ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് പറ്റില്ല, അവർക്ക് തന്നെ ഒരു സാലറി അക്കൗണ്ട് ഉണ്ടാവും. അത് ഇപ്പം ഒരു ബാങ്ക് സി. ഓക്കെ, സോ സി ബാങ്കിൽ നിന്ന് നിങ്ങളൊരു സാലറി അക്കൗണ്ട് എടുക്കേണ്ടി വരും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു വീട് വെക്കണം, ഹോം ലോൺ വേണം. സോ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് വേറൊരു ബാങ്കിലാണ്, അത് ഡി എന്നുള്ള ഒരു ബാങ്കായിട്ട് കണക്കാക്കാം. സോ ഡി എന്ന ബാങ്ക് അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾ ഹോം ലോൺ എടുക്കും. ഹോം ലോൺ എടുക്കണമെങ്കിൽ ഒബ്വിയസ്ലി അവിടെ അക്കൗണ്ട് വേണം. സോ അവിടെ നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങും. ഇങ്ങനെ ബോധപൂർവമോ അല്ലാതെയോ ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകൾ വന്നു ചേരുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തിക്ക് ഇത്ര ബാങ്ക് അക്കൗണ്ടേ പറ്റുള്ളൂ എന്നുള്ള നിയമമൊന്നുമില്ല. എത്ര ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിലും വെക്കാം. പക്ഷേ ഈ അക്കൗണ്ടുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നത് നല്ലതാണോ, അതിന്റെ ഗുണങ്ങൾ എന്താ, ദോഷങ്ങൾ എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ അതുകൊണ്ട് തന്നെ അടുത്തതായി ഞാൻ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ വെച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ആ ഗുണങ്ങളിലെ ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് പറഞ്ഞാൽ മാത്രമേ ഈ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ ആ പോയിന്റ് ഒന്ന് പറയണം. അതായത് നമ്മുടെ പണം എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ. അതായത് നമ്മൾ കോടിക്കണക്കിന് പൈസ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാലും ആ ബാങ്കിൽ എന്തെങ്കിലും റോബറിയോ അല്ലെങ്കിൽ ആ ബാങ്ക് പെട്ടെന്ന് പൊട്ടിപ്പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളത്.
അതെ, ഇന്ത്യയിലെ ബാങ്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസിന്റെ കാര്യം. ഇന്ത്യയിൽ ഒരു ബാങ്ക് തകരുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ നിയമപ്രകാരം ഓരോ വ്യക്തിക്കും പരമാവധി 5 ലക്ഷം രൂപ വരെ മാത്രമാണ് സുരക്ഷിതമായി തിരികെ നൽകുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം, അവിടെ 20 ലക്ഷം രൂപ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. സോ ബാങ്ക് കൊളാപ്സ് ആയി കഴിഞ്ഞാലും സർക്കാർ ഗ്യാരണ്ടി വക നിങ്ങൾക്ക് 5 ലക്ഷം രൂപയെ തിരിച്ചു കിട്ടുള്ളൂ. ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു ഫിനാൻഷ്യൽ റിസ്ക് ആണ്. ആ സ്ഥാനത്ത് നിങ്ങളൊരു 4 അക്കൗണ്ടുകളിലെ 5 ലക്ഷം രൂപയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ ഇവൻ ഈ 4 ബാങ്കുകളും എന്തെങ്കിലും കൊളാപ്സ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം ഗ്യാരണ്ടി കിട്ടും. സോ ഓരോ ബാങ്കിനും ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണിത്. ഇനി നമുക്ക് നേട്ടത്തിലേക്ക് വരാം. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ പണത്തിന്റെ സുരക്ഷിതത്വം. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റിലുണ്ട്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എത്ര പണം നിക്ഷേപിച്ചു കഴിഞ്ഞാലും 5 ലക്ഷം രൂപയെ ആ ബാങ്ക് തകരുകയാണെങ്കിൽ ലഭിക്കുകയുള്ളൂ. സോ കുറേ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലൊക്കെ നമ്മൾ ഈ ഒരു നമ്മുടെ ഡെപ്പോസിറ്റ്സ് വെക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ പണം സേഫ് ആണ്. സോ അതാണ് ആദ്യത്തെ ഗുണം. സെക്കൻഡ് വൺ ഇസ് UPI ആൻഡ് ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യം. നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു പേയ്മെന്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സെർവർ ഡൗൺ ആണെങ്കിൽ നമുക്ക് ഈസിലി മറ്റേ UPI ID ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, ഒരു ചായ കുടിക്കാൻ 10 രൂപ കൊടുക്കുമ്പോൾ തന്നെ അവിടെ സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സ്ട്രെസ്ഡ് ആവുന്നു. സോ ആ സമയത്ത് നമുക്ക് 2-3 അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പൈസയും വേണം കേട്ടോ. സോ നമുക്ക് ഈസിലി അതിലൂടെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദ തേർഡ് പോയിന്റ് ഇസ് ഓഫേഴ്സ് ആൻഡ് റിവാർഡ്സ്. നമുക്കറിയാം, ഓരോ ബാങ്കുകൾക്കും ഓരോ തരത്തിലുള്ള ഡെബിറ്റ് കാർഡുകളാണ്, ഓരോ തരത്തിലുള്ള ഓഫേഴ്സ് ആണ്. സോ നമ്മൾ ആ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ആ ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടും. ഈവൻ നമ്മൾ നല്ലൊരു കസ്റ്റമർ ആണ് അവരുടെതെങ്കിൽ നമുക്ക് ഏറ്റവും പ്രീമിയം കാർഡ് തന്നെ കിട്ടും. സോ ആ കാർഡിൽ ഒരുപാട് ഓഫറുകളും റിവാർഡുകളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. നമ്മുടെ യൂസേജ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു കാർഡിന്റെ ഓഫേഴ്സ് ഒക്കെ കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ഫ്യൂവൽ ഡിസ്കൗണ്ട്, അതുപോലെ ഷോപ്പിംഗ് ക്യാഷ് ബാക്ക് ഓഫേഴ്സ്, ഒരുപാട് ആപ്പുകൾ, സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള എല്ലാ ആപ്പുകളിലും ഓഫേഴ്സ് ഇതൊക്കെ കിട്ടും. ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ ഡെബിറ്റ് കാർഡ്, നമുക്ക് ക്രെഡിറ്റ് കാർഡിലൂടെ ഇതെല്ലാം ലഭിക്കും. സോ ക്രെഡിറ്റ് കാർഡ് നമുക്ക് കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ നല്ല കസ്റ്റമർ ആണ് ഒരു ബാങ്കിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് കാർഡ് കിട്ടും. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ഒരുപാട് ഫെസ്റ്റിവൽ സീസൺ. സോ ഇവിടെയൊക്കെ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസവും ഇയറെഞ്ചിങ്ങിലൊക്കെ ഓരോരോ കാർഡുകളിലായിരിക്കും ഇവർ 10%, 15% ഓഫർ വരാം. സോ ഈ കാർഡ്സ് ഒക്കെ നമ്മൾ എടുത്തപ്പം അത്യാവശ്യം മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന കുറച്ച് കാർഡ്സും കാർഡ് ഓഫേഴ്സ് ഒക്കെ നമുക്ക് അറിയാം. സോ ആ ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓഫേഴ്സ് കിട്ടും. സോ ഇതാണ് മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. സോ നമ്മൾ ഗുണങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് കുറച്ച് ദോഷങ്ങൾ, അതായത് ഇത്രയും ബാങ്ക് അക്കൗണ്ട്സ് നമ്മുടെ കയ്യിലുണ്ടാകുമ്പം എന്തൊക്കെ രീതിയിലാണ് മോശമായിട്ട് നമ്മളെ ഇത് ബാധിക്കുക എന്നുള്ളതും കൂടി നോക്കാം. നമുക്കറിയാം, ഒരു നാണയത്തിന് 2 sides ഉള്ള പോലെ തന്നെ അവിടെ ബെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. സോ അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കാർഡിന്റെ ചാർജുകളുടെ സാധ്യതയാണ്. അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് വാങ്ങുന്ന ഓരോ ATM കാർഡിന്, അതിപ്പോൾ ഡെബിറ്റ് കാർഡ് ആയാലും ക്രെഡിറ്റ് കാർഡ് ആയാലും ഡിപ്പെൻഡ്സ് ദി ബാങ്ക്. ചില സമയത്ത് അതിന് റിന്യൂവൽ ഫീ ഉണ്ടാകും, മന്ത്ലി അല്ല ഇയർലി ഫീ ഉണ്ടാകും, മെയിൻ്റനൻസ് ചാർജ് ഉണ്ടാകും. ആൻഡ് അങ്ങനെ ഇപ്പം നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ATM ചാർജ്, ഇപ്പോൾ പുതിയ ചാർജൊക്കെ April 1 തൊട്ട് വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് ചാർജസ് ഇതിന്റെ ബാക്കിലുണ്ട്. സാധാരണ കാർഡുകൾക്ക് 200-300 രൂപയാണ് നമ്മൾ ഇയർലി ചാർജ് ആയിട്ട് പിടിക്കുന്നതെങ്കിൽ അത്യാവശ്യം പ്രീമിയം, അതായത് ഗോൾഡ് കാർഡ്സ് ഒക്കെ ഉണ്ടാവും, ഗോൾഡ് ഡയമണ്ട്സ് കാർഡ്സ് ഒക്കെ, ഈ കാർഡിനൊക്കെ GST അടക്കം 500-900 rupees ഇയർലി വരുന്നുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എങ്കിൽ അതിലൊക്കെ ഇച്ചിരി മിനിമം ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവും മേ ബി. സോ ആ പൈസയിൽ നിന്ന് ഡെബിറ്റ് കാർഡ് ചാർജസ് ഇയർലി പിടിക്കും. അത് നമ്മൾ അറിയ പോലും ഇല്ല ഒരു പക്ഷേ. സോ വർഷം തോറും നിങ്ങൾ ഈ ഒരു കാർഡിന്റെ ചാർജ് വെറുതെ കൊടുക്കേണ്ടി വരും. ആ ബാങ്ക് അക്കൗണ്ട് ഇവൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇതിനൊക്കെ നിങ്ങൾ ചാർജ് കൊടുക്കേണ്ടി വരും. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യും, അവിടെ ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതിലൊക്കെ നമ്മൾ എപ്പോഴും മിടുക്കന്മാരാണ്. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? യെസ്, ഞാൻ സംസാരിക്കുന്നത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി എത്രത്തോളം സെക്യൂർഡ് ആണ് എന്നുള്ളൊരു കാര്യം ചിന്തിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷറി അല്ല, എപ്പോഴും അതൊരു നെസസിറ്റിയാണ്. സോ 1 കോടി രൂപ നിങ്ങൾക്ക് കവറേജ് കിട്ടുന്ന രീതിയിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് അത്രയും വലിയൊരു തുക കിട്ടുന്ന രീതിയിൽ ഒരു ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. യെസ്, ദാറ്റ് ഈസ് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ്. വെറും 595 രൂപ മാത്രം പ്രതിമാസം അടച്ചുകൊണ്ട് 1 കോടി രൂപയുടെ കവറേജ് നിങ്ങൾക്ക് നേടാം. സോ നമ്മൾ എപ്പോഴും ഒരു ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്നത് അതിന്റെ ക്ലെയിം അവർ എത്രത്തോളം കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും. യെസ്, ഇവിടെ 99.70 ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉണ്ട്. അതുപോലെ തന്നെ 3 മണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്ലെയിം സെറ്റിൽമെന്റ് നേടാവുന്നതാണ്. ഇപ്പൊ ഇൻഷുറൻസ് എടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ടൈമാണ്. കാരണം 15% ഡിസ്കൗണ്ട് നിങ്ങളുടെ ഫസ്റ്റ് പ്രീമിയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിൽ. സോ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബയോയിൽ ലിങ്ക് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഡയറക്ട്ലി ആ പേജിലേക്ക് പോകും. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ വിചാരിക്കുമോ ഞാൻ എൻ്റെ കാർഡ് യൂസ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ചാർജ്? കാരണം നമുക്കിപ്പോൾ UPI പേയ്മെന്റ്സ് ഉണ്ട്, ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ കാർഡ് യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുമോ കാർഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, പിന്നെന്താ? പക്ഷേ ബാങ്കുകൾ ഇത് നോക്കില്ല. നിങ്ങൾ കാർഡ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും കാർഡ്
ചാർജബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവും. ചില സമയത്ത് ചില ക്രെഡിറ്റ് കാർഡ്സിനൊക്കെ നമുക്ക് അറിയാം വേവ് ഓഫ് ചെയ്യും. അതായത് നിങ്ങൾ യൂസേജ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിന്റെ എബവ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ചാർജ്, അതായത് ഇയർലി ചാർജ് അതുപോലെ റിന്യൂവൽ ചാർജ് ഒക്കെ വേവ് ഓഫ് ആവും. സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് പക്ഷേ എല്ലാ ബാങ്കുകൾക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. സെക്കൻഡ് വൺ ഇസ് ഇൻകം ടാക്സ് ഫയലിംഗിൽ വരുന്ന ബുദ്ധിമുട്ട്. എല്ലാ വരുമാനങ്ങളും ചെലവുകളും എല്ലാം ഒറ്റൊരു ബാങ്ക് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈസിലി ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും ITR ഫയൽ ചെയ്യുമ്പോൾ. സോ 4-5 അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ കഥ മാറും. ഓരോരോ ബാങ്കിന്റെയും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ആൻഡ് തേർഡ് വൺ ഇസ് മിനിമം ബാലൻസ് ഇഷ്യൂ. അതായത് ഓരോ ബാങ്കുകളും മിനിമം ബാലൻസ് അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ A എന്ന് പറഞ്ഞ ബാങ്കിൽ 2500 രൂപയാണ് മിനിമം ബാലൻസ് എങ്കിൽ B എന്ന് പറയുന്ന ബാങ്കിൽ ഒരു പക്ഷേ 5000 rupees ആയിരിക്കും. സോ ഈ 5000 ഈ ബാങ്കിലാണ്, 2500 ഈ ബാങ്കിലാണ്, മറ്റു ബാങ്കിൽ 10,000 ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഒരു 5 അക്കൗണ്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഇതിലൊക്കെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടി വരും. മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ടുകളുണ്ട്, ഞാൻ ഉള്ള അക്കൗണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം ഇപ്പം ബാങ്കിങ് സിസ്റ്റത്തിലുള്ള ഒട്ടുമിക്ക ബാങ്കുകൾക്കും മിനിമം ബാലൻസ് അവർ കീപ്പ് ചെയ്യാൻ ഒരു മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. യെസ്, പബ്ലിക് സെക്ടർ ബാങ്കിൽ നിങ്ങൾക്ക് അത്ര പൈസ വരില്ല. പക്ഷേ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10,000 രൂപ വരെ മിനിമം ബാലൻസ് വരുന്ന ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. സോ ഇതിന്റെ ബാക്കിലുള്ള ഒരു ഹിഡൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്കിൽ, നല്ലൊരു വലിയൊരു ബാങ്കിൽ പോയി അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബാങ്കിലാണ് നമുക്ക് സാലറി അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സാലറി നമുക്ക് അവിടെ തന്നെ വന്നുകൊണ്ടിരിക്കുക. ഗ്രാജുവലി നമുക്ക് വേറൊരു ഗ്രോത്ത് ഉള്ള നല്ലൊരു കമ്പനിയിൽ കിട്ടി, നമ്മൾ അവിടുന്ന് സ്വിച്ച് ചെയ്ത് ആ കമ്പനിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ കിടക്കുന്ന, അതായത് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് സാലറി അക്കൗണ്ട് എന്നുള്ളത്, സാലറി അക്കൗണ്ടിൽ നമുക്ക് അധികം ചാർജ് ഒന്നും വരില്ല. കാരണം കമ്പനി കൊടുക്കുന്ന രീതിയിലായിരിക്കും സാലറി അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ആവുക. സോ കമ്പനി ആയിരിക്കും ആ സാലറി അക്കൗണ്ട് തരുന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയൊരു പൈസയൊന്നും വരില്ല. പക്ഷേ ഈ അക്കൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യാതെ ആകുമ്പോൾ ഗ്രാജുവലി ഈ സാലറി അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് ടേൺ ആവും. ഓക്കെ, അപ്പൊ സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് മാറുമ്പോൾ ആ ബാങ്കിലെ മിനിമം ബാലൻസ് എത്രയാണോ അത് നിങ്ങൾ കീപ്പ് ചെയ്യാൻ നിർബന്ധിതരാകും. ഒരു സാധാരണക്കാരന് ഇപ്പൊ 30,000 രൂപയാണ് സാലറി കിട്ടുന്നത് എങ്കിൽ ഒരു 4 ബാങ്ക് അക്കൗണ്ട് അയാൾക്ക് ഉണ്ട് വിചാരിക്കുക. ഓരോ ബാങ്കിലും 5,000 ആണ് മിനിമം ബാലൻസ് എങ്കിൽ 20,000 രൂപ അയാളുടെ പൈസ അയാൾക്ക് അനക്കാൻ പറ്റാതെ, അതായത് ഉപയോഗിക്കാൻ പറ്റാതെ അവിടെ ഫ്രീസ് ആയിട്ട് കിടക്കും. അതേസമയം ഒരൊറ്റ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ 2,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ നമുക്ക് അവിടെ കീപ്പ് ചെയ്താൽ മതിയാകും. ആൻഡ് നാലാമത്തത് ഫൈൻസ് ആൻഡ് ഹിഡൻ ചാർജസ്. ഇപ്പൊ ഞാൻ നേരത്തെ ഡെബിറ്റ് കാർഡിന്റെ പറഞ്ഞല്ലോ, ഡെബിറ്റ് കാർഡിന് നിങ്ങൾക്ക് എന്തൊക്കെ ഹിഡൻ ചാർജസ് വരുന്നുള്ളൂ. അതായത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്ക് ഒരു ചാർജ് പിടിക്കും, നല്ലൊരു എമൗണ്ട് ആയിരിക്കും പിടിക്കും. സോ ആ ചാർജ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഈടാക്കും. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് 5 തവണ മാസത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ഉണ്ട്. ഓരോ ബാങ്കിന് ഓരോ പോലെയാണ്. അത് അതർ ബാങ്ക് ATM 5 തവണ സ്വൈപ്പ് ചെയ്യാം. നമ്മുടെ ബാങ്ക് തന്നെയാണ്, അത് നമ്മളുടെ അക്കൗണ്ട് ഉള്ള ബാങ്ക് ആണെങ്കിൽ അവിടെ 5 പ്രാവശ്യം അങ്ങനെ കുറെ ലിമിറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണം അതൊന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. യെസ്, അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നമാകും. കാരണം നിങ്ങൾ അൺനെസസറി ആയിട്ട് കുറേ തവണ സ്വൈപ്പ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അവിടെ സ്വൈപ്പ് ആയിട്ടുണ്ടാവും. അപ്പം അതിന്റെ ലിമിറ്റ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ചാർജ് വരും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായി ഒരുപാട് ചാർജുകൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും ഈ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ ഉപയോഗിക്കാതെ നമ്മൾ അവിടെ കിടക്കുമ്പോൾ അക്കൗണ്ട് ഇനാക്റ്റീവ് ആവും. സോ ഇനാക്റ്റീവ് ആവുന്ന സമയത്ത് അതിൽ പെനാൽറ്റി ചാർജസ് വരാനും ചാൻസ് ഉണ്ട്. യെസ്, അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് എന്ന് പറയുന്നത്. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു സജഷൻ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു അക്കൗണ്ട് സാലറി അക്കൗണ്ട് ആയിട്ട് ഉപയോഗിക്കുക, മറ്റൊരു അക്കൗണ്ട് UPI ട്രാൻസാക്ഷൻ അതുപോലെ ഡെയിലി എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അക്കൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ ഇസ് അക്കൗണ്ട് സേവിങ്സ് ആൻഡ് എമർജൻസി ഫണ്ട് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് കീപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണത്തിന്റെ കൺട്രോൾ നിങ്ങൾക്ക് തന്നെ ലഭിക്കും. സോ മുൻപ് നിങ്ങൾ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഒക്കെ എടുത്ത് അവിടെ ഇങ്ങനെ ഉപയോഗിക്കാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സിബിൽ സ്കോറിനെ വരെ ഫ്യൂച്ചറിൽ ബാധിച്ചേക്കാം. അപ്പൊ വെറുതെ അങ്ങനെ ഒരു റിസ്ക് നമ്മൾ എടുക്കണ്ടല്ലോ. അപ്പൊ ആ പെനാൽറ്റി അവിടെ കിടന്ന് കൂടുന്ന ആ സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്ട്ലി ബ്രാഞ്ചിൽ പോവുക, അത് ക്ലോസ് ചെയ്യുക. റിമൈനിങ് ബാലൻസ് എത്രയെന്ന് വെച്ചാൽ അത് വിഡ്രോ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പെനാൽറ്റി കൊടുക്കണം അത് അപ്പം തന്നെ കൊടുത്തിട്ട് അതും കൊടുക്കി ക്ലോസ് ചെയ്യുക. കാരണം പിന്നെ അത് കൂട്ടിക്കഴിഞ്ഞാൽ പെനാൽറ്റിന്റെ മുകളിൽ വീണ്ടും പൈസ കൂടുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്താണോ ആ പൈസ അതങ്ങോട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യുക. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊരു അക്കൗണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഒരു പെനാൽറ്റി, അതായത് ഇപ്പം ജസ്റ്റ് 20 rupees തൊട്ട് ഒരു പെനാൽറ്റി വരികയാണെങ്കിൽ അത് ഒരുപാട് വർഷങ്ങളായി കഴിഞ്ഞാൽ ആ 20 ഒരു പക്ഷേ 20,000 ആകാം. സോ ആ ഒരു റിസ്ക് നിങ്ങൾ എടുക്കരുത്. സോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് നിങ്ങളുടെ സേവിങ്സിനെ സെക്യൂർ ചെയ്യുന്നത്. എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചാർജ് വരും എന്നുള്ളതൊക്കെ. നോർമലി അങ്ങനെ യാതൊരു ചാർജും പിടിക്കില്ല. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 14 ദിവസത്തിന് ശേഷമാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ RBI റൂൾസ് പ്രകാരം നിങ്ങളുടെ കയ്യിൽ നിന്ന് യാതൊരു ചാർജും ബാങ്ക് ഈടാക്കില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഇത് ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.